ഹലോ ഫ്രണ്ട്സ്, ഇന്നൊരു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു അടിപൊളിയായിട്ടുള്ളൊരു ഐറ്റമായിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മൾ അംഗനവാടിയിൽ നിന്നൊക്കെ കിട്ടുന്ന അമൃതം പൊടി ഇല്ല, അമൃതം പൊടി വെച്ചിട്ടുള്ള ഒരു അടിപൊളിയായിട്ടുള്ളൊരു ഐറ്റമാണ്. അതിന് വേണ്ടി ഞാൻ ഇതേ അളവിലുള്ള 2 കപ്പ് അമൃതം പൊടിയാണ് എടുത്തിരിക്കുന്നത്. ആ 2 കപ്പിന് ഈ കപ്പിൻ്റെ അളവിൽ തന്നെയാണ് എല്ലാതും ഞാൻ എടുക്കുന്നത്. ഒരു അരമുറി തേങ്ങ മാത്രം മതി. അരമുറി തേങ്ങയിൽ 3/4 കപ്പോളം ഇളം ചൂടുവെള്ളം ഒഴിച്ചിട്ട് നമ്മൾ ഒന്ന് അരച്ചെടുക്കണം. തേങ്ങാപ്പാൽ എടുക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ അരച്ചത്. നമ്മളിത് ഒരു അരിപ്പ് വെച്ച് അരിച്ചെടുക്കുക. അങ്ങനെ 3 അച്ച് ശർക്കര ഞാൻ അതിന് വേണ്ടിയിട്ട് എടുക്കുന്നുള്ളൂ. അമൃതം പൊടിയിൽ ഓൾറെഡി മധുരം ഉണ്ടായിരിക്കും. അപ്പോൾ 3 അച്ച് ശർക്കര മതി. അങ്ങനെ 3 അച്ച് ശർക്കര നന്നായിട്ടൊന്ന് മെൽറ്റ് ചെയ്തെടുക്കുക. അപ്പോൾ അതൊന്ന് ചൂടാറാൻ വയ്ക്കുക. അപ്പോഴേക്കും ഇത് അമൃതം പൊടിയിൽ ഇതാ നമ്മൾ അരിച്ച് വെച്ച തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് ഒന്ന് കുറുക്കിയെടുക്കുക. ഇളക്കി നല്ല വെക്കുക. അപ്പോൾ നമ്മളിൽ കട്ടകളൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ ആ കട്ടകളൊക്കെ ഒന്ന് മാറാൻ നമ്മൾ ഈ കലക്കി വെച്ചതൊന്ന് അരിപ്പയിൽ അരിച്ചെടുക്കണം. അത് നന്നായിട്ടൊന്ന് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കുകയാണ്. അങ്ങനെ അരിച്ചെടുത്തത് വേറെ മാറ്റി ഇതൊക്കെ വീണ്ടും ആ ചട്ടിയിലേക്ക് തന്നെ ഒഴിക്കുകയാണ്. എന്നിട്ട് നമ്മൾ ചെറിയ തീയിൽ നമ്മൾ അടുപ്പത്ത് വെച്ചിട്ടൊന്ന് ഇളക്കിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇതാ നന്നായിട്ട് വിരകി കട്ടായിട്ട് വന്നിട്ടുണ്ട്. ഇനി വേണം നമുക്ക് ശർക്കര ഒഴിച്ചെടുക്കാൻ. ഇതിൻ്റെ ഇടയിൽ ഞാൻ ഒരു നുള്ള് ഏലക്കാപ്പൊടിയും ഒരു നുള്ള് ഉപ്പും ഇട്ടിട്ടുണ്ട്. അത് ഞാൻ വീഡിയോയിൽ കാണിക്കാൻ മറന്നു. അപ്പോൾ നിങ്ങളിടുമ്പോൾ അത് ഇടാൻ മറക്കരുത്. അങ്ങനത്തെ ശർക്കര ഒഴിച്ച് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് വരിക. നമുക്കിതിൽ എണ്ണ ഒഴിക്കേണ്ട ഒരു ആവശ്യമില്ല. കാരണം നമ്മൾ തേങ്ങാപ്പാലിൽ നിന്ന് നമുക്ക് എണ്ണ വരും. ഇതിൽ നെയ്യോ എണ്ണയോ ഒന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് തേങ്ങാപ്പാൽ ഉരുകുന്നതിനനുസരിച്ച് അതിൽ നിന്ന് എണ്ണ അങ്ങനെ ഇതായി വരും. അപ്പോൾ നന്നായിട്ട് ഇളക്കി കുറുക്കിയിട്ട് നമ്മളൊരു കിണ്ണത്തിൽ ഇതേപോലെ ഒരു തുള്ളി വെളിച്ചെണ്ണ ആക്കിയിട്ട് നന്നായിട്ടൊന്ന് തേച്ചെടുക്കുക. അപ്പോൾ അണ്ടിപ്പരിപ്പൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഇട്ട് കൊടുക്കുക. എൻ്റെ അടുത്ത് അണ്ടിപ്പരിപ്പ് ഉണ്ടാകുന്നില്ല, അപ്പോൾ കുറച്ച് എള്ളം ഉണ്ടായിരുന്നു. ആ എള്ള് ഞാനതുപോലെ കിണ്ണത്തിലൊന്ന് മേലെ കൂടെ തൂവി ഇട്ടിട്ടുണ്ട്. എന്നിട്ടാണ് നമ്മൾ വിരകി വെച്ചത് ആ കിണ്ണത്തിലൊന്ന് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുകയാണ്. ഒന്ന് ചൂടാറിയതിന് ശേഷം നമുക്ക് വേറൊരു പ്ലേറ്റിലേക്ക് ഇതേപോലെ കവുത്തിച്ച് കൊടുത്താൽ നല്ല അടിപൊളിയായിട്ട് നമ്മളെ അമൃതം പൊടി ഉണ്ടാക്കിയ ചെറിയ ഹലുവ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് ഇഷ്ടപ്പെട്ട ഷേപ്പിലും പല രൂപത്തിലും നമുക്ക് ഇതേപോലെ കട്ട് ചെയ്തെടുക്കാം. നല്ല ടേസ്റ്റാണ്. നിങ്ങൾ ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം. കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമായിരിക്കും. വലിയവർക്കും കുട്ടികൾക്കും ഒരുപോലെ കഴിക്കാവുന്നൊരു ഐറ്റമാണ്. അമൃതം പൊടി തന്നെ വിരകി കഴിക്കാൻ ഇഷ്ടമില്ലാത്ത കുട്ടികളുണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി കൊടുത്താൽ കുട്ടികൾ നന്നായിട്ട് കഴിക്കും. അപ്പോൾ ഇത് നിങ്ങളെല്ലാവരും ഒന്ന് വീട്ടിലുണ്ടാക്കി വെക്കണം. അടിപൊളിയാണ്. എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. വീഡിയോസ് എല്ലാവരും കാണാൻ, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. കിച്ചൂസാണ് ആദ്യം ടെസ്റ്റ് ഇത് നോക്കിയത്. ഭയങ്കര